Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. Hope all are doing great. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. We are all fine ഞങ്ങളും by the സുഖമായിരിക്കുന്നു grace of God. ദൈവത്തിന്റെ കൃപയാൽ. Many years ago, I wanted to know more about God the Father, ചില നാളുകൾക്ക് മുമ്പ് സ്വർഗീയ പിതാവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടു. and I started researching ഞാൻ അതിനെക്കുറിച്ച് പഠനം ആരംഭിച്ചു. and I started exploring in the Bible. ബൈബിളിൽ ഞാൻ അതിനെക്കുറിച്ച് പഠനം തുടങ്ങി. Finally, I started to develop each letter of the word Father, F-A-T-H-E-R, to know more about what is contained in the fatherhood of God. അതിനുശേഷം ഫാദർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിലെ ഓരോ അക്ഷരങ്ങൾ അതിനെ വിശകലനം ചെയ്തുകൊണ്ട് FATHER എന്ന് പറയുന്ന ഓരോ അക്ഷരങ്ങളെയും വിപുലീകരിച്ചുകൊണ്ട് അതിനെ വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ ചിലത് പഠിക്കാൻ ആരംഭിച്ചു. And this week we are going to elaborate on that. ആ കാര്യത്തിൽ ഈ ആഴ്ചയും നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുകയാണ്. Aren't you interested? നിങ്ങളത് പഠിക്കാൻ താല്പര്യമുണ്ടോ? So get ready with your Bibles, notebooks, നിങ്ങളുടെ with ബൈബിളുകൾ, a cup of coffee. നോട്ട്ബുക്ക്, പിന്നെ ഒരു ഗ്ലാസ് കോഫി ഒക്കെ ആയിട്ട് റെഡി ആവുക. Hallelujah. Tell others also. മറ്റുള്ളവരോടും ഇതിനെക്കുറിച്ച് അറിയിക്കുക. Okay, let's pray for the sponsors first. ഇന്ന് നമുക്ക് നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ മുംബൈയിൽ നിന്ന് ഒരു വെൽവിഷറാണ്. Oh, thank you so much. കർത്താവെ, നീ നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും Yes, Lord. അതുപോലെ തന്നെ വെല്ലുവിളികളെ നേരിടുവാൻ കർത്താവെ നീ കൊടുത്ത കരുത്തിനുമായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. നിരവധി ജീവിതങ്ങളെ മാറ്റിമറിച്ച ബ്ലെസ്സിംഗ് ടുഡേ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് കർത്താവെ നന്ദി അർപ്പിക്കാൻ ഇവരാവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ഇത് സമർപ്പിച്ച വെൽവിഷനും തൻ്റെ സഹോദരിക്കും അവരുടെ ഓരോ സഹോദരിമാർക്കും അവരുടെ കുടുംബത്തിനും നല്ല ആരോഗ്യവും ആത്മീയ വളർച്ചയും ഉണ്ടാകട്ടെ എന്നുകൂടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ തന്നെ അടുത്ത നമ്മുടെ സ്പോൺസർ മാവേലിക്കരയിൽ നിന്ന് ആശ ചാക്കോയാണ് നമ്മുടെ സ്പോൺസർ. ഫെബ്രുവരി 28 മകൻ വിപിൻ ചാക്കോയുടെ ജന്മദിനമായിരുന്നു. Oh, many happy returns of the day. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മകൻ്റെ മദ്യപാന സ്വഭാവം ഇനി തിരികെ വരാതിരിക്കുവാൻ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ കങ്ങരപ്പടിയിൽ നിന്ന് ഷൈനി പൗലോസ് ആണ്. താങ്ക് യു ഷൈനി. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഷൈനി സിസ്റ്റിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് സുഖപ്രസവം കർത്താവെ കൊടുത്തതിൻ്റെ നന്ദി സൂചകമായിട്ട് ഇത് സമർപ്പിച്ചിരിക്കുമ്പോൾ തുടർന്നും കർത്താവെ ആ മകളെയും കർത്താവെ കുഞ്ഞിനെയും അങ്ങ് അനുഗ്രഹിക്കണമേ, കുടുംബജീവിതങ്ങളെ അങ്ങ് മാനിക്കണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much once again, all sponsors. എല്ലാ സ്പോൺസേഴ്സിനോടും ഒരിക്കൽ കൂടെ നന്ദി. And I encourage all of you watching from all over the world to join in this great mission of spreading the messages of the Lord Jesus everywhere. അതുമാത്രമല്ല, കർത്താവിൻ്റെ ഈ സുവിശേഷം ലോകം എമ്പാടും പടർത്തുവാനുള്ള ഈ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് കാണുന്നവർ ഓരോരുത്തരും ഇതിൽ പങ്കുചേരുവാനായിട്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുക. You can collect the details from the screen. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ നിന്ന് ലഭിക്കുന്നതാണ്. And you can go to Blessing Today website. അതുമാത്രമല്ല, ബ്ലെസ്സിംഗ് ടുഡേയുടെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് പോയാൽ ഇത് ലഭിക്കും. You'll be getting more details. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ലഭിക്കും. Okay, let us praise the Lord, worship Him. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ലോർഡ്. കൈകൾ ചേർത്തടിച്ച് പ്രത്യാശയുടെ ഒരു പാട്ട് പാടാം. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി. എല്ലാ ഭവനങ്ങളും കൈകൾ ചേർത്തടിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. Let's sing together. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. മേഘധ്വനി മുഴങ്ങും, ദൂതരാർത്തു പാടിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരായി. മേഘധ്വനി മുഴങ്ങും, ദൂതരാർത്തു പാടിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരായി. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. മേഘധ്വനി മുഴങ്ങും, ദൂതരാ
ചേർത്ത് പാടും ദൂതർ തുല്യരായി. മേഘധ്വനി മുഴങ്ങും ദൂതർ ആർത്തു പാടിടും, നാം ചേർന്ന് പാടും ദൂതർ തുല്യരായി. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. നാം സന്തോഷിച്ചിടും, എന്നും സ്തുതി പാടിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. ഞാൻ സന്തോഷിച്ചിടും, എന്നും സ്തുതി പാടിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. യേശുവാൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശുവാൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. How many of you want to know God the Father more this year? ഈ വർഷം സ്വർഗീയ പിതാവിനെക്കുറിച്ച്, ദൈവപിതാവിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് എത്ര പേർക്ക് താല്പര്യം? We have to know that everything is originating from Him. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും അവനിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. Many things will pass away, ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും, but He will never change, He will never pass away. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്തവൻ സ്വർഗീയ പിതാവ്, Because ദൈവപിതാവ്. He is an eternal Father. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ നിത്യപിതാവാണ്. So as I told you, many years ago, I started to expand each letter in the word Father. ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ചില വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ഓരോ അക്ഷരങ്ങളെയും എടുത്തുകൊണ്ട് വിശകലനം ചെയ്ത് ഞാൻ പഠിച്ചിരുന്നു. Let's take the first letter. ആദ്യത്തെ അക്ഷരം നമുക്ക് എടുക്കാം. I gave two words in expansion: fellowship and forgiveness. എഫ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ അക്ഷരമായിട്ടുള്ള എഫിന് വേണ്ടിയിട്ട് നമുക്ക് ഫെലോഷിപ്പ്, അതുപോലെ തന്നെ ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കും. കൂട്ടായ്മയും അതുപോലെ ക്ഷമയും. So when we think about our Heavenly Father, we have to think about the fellowship that He offers and the forgiveness that He releases. പിതാവിനെക്കുറിച്ച്, ദൈവപിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന്, അവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൂട്ടായ്മയാണ്. രണ്ടാമതായിട്ട് അവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ക്ഷമയാണ്, പാപക്ഷമയാണ്. Number two, the second letter is A. രണ്ടാമത്തെ ലെറ്റർ എന്ന് പറയുന്ന എ ആണ്. A is affection. അത് കാണിക്കുന്ന അഫെക്ഷൻ അഥവാ അടുപ്പം, the love of God. ദൈവത്തിന്റെ സ്നേഹം. Hallelujah. ഹല്ലേലൂയ. Third letter T. മൂന്നാമത്തെ അക്ഷരം എന്നുള്ളത് ടി ആണ്. T is truth. ടി കാണിക്കുന്ന ട്രൂത്ത് അഥവാ സത്യത്തെയാണ്. Hallelujah. ഹല്ലേലൂയ. Then the next letter is H. അടുത്ത ലെറ്റർ ആണ് എച്ച്. H means holiness. എച്ച് കാണിക്കുന്നത് ഹോളിനെസ്, വിശുദ്ധിയാണ്. Then comes E. അതിനുശേഷം വരുന്നത് ഇ എന്ന് പറയുന്ന E ലെറ്റർ. is eternality. ഈ കാണിക്കുന്നത് നിത്യതയാണ്. And the last letter is R. ഏറ്റവും ഒടുവിലത്തെ അക്ഷരമാണ് ആർ. Should I say this? അത് ഞാൻ പറഞ്ഞോട്ടെ. R is rebuke. ആർ എന്ന് പറയുന്ന വാക്കിന് ഞാൻ കൊടുത്ത വിശകലനം റെബ്യൂക്ക് അഥവാ ശാസന എന്നുള്ളതാണ്. Yes. So these days in this segment we are going to elaborate on each letter and we are going to find out what all things are contained in the fatherhood
of our God in heaven. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ഓരോ അക്ഷരങ്ങളും വിശദമായി പഠിച്ച് ദൈവത്തിൻ്റെ പിതൃത്വത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വിശദീകരിച്ച് പഠിക്കാൻ. So I hope already you have written FATHER from top to bottom, and you have given all the expansions on the right side, and we are going to pick up each letter, and here we go. Amen. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ FATH എന്നുള്ളത് താഴോട്ട് എഴുതി ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എഴുതിയതിന് ശേഷം ആ ലെറ്റർ ഓരോ ലെറ്ററിന് ശേഷം നേരെയും അതിൻ്റെ വിശകലനം എന്താണ്, ആ വാക്കിൻ്റെ എക്സ്പാൻഷൻ എന്താണ്, അക്ഷരത്തിൻ്റെ എക്സ്പാൻഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ വിശദമായി എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Okay, the first letter F. ആദ്യത്തെ അക്ഷരം F. Fellowship. We are going to take fellowship first. അതിനകത്തുള്ള കൂട്ടായ്മ നമ്മൾ ആദ്യം എടുക്കാൻ പോകുകയാണ്. Children have fellowship with the Father. കുട്ടികൾക്ക് പിതാവുമായിട്ട് കൂട്ടായ്മയുണ്ട്. Let's read 1 John chapter 1. 1 യോഹന്നാന്റെ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 1-ാമത്തെ അധ്യായം And verse number 3. അതിൻ്റെ 3-ാമത്തെ വചനം. Okay, chapter 1, verse 3. We proclaim to you what we have seen and heard, so that you may have fellowship with us. And our fellowship is with the Father and with His Son, Jesus Christ. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് Yes. നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. Yeah. John is the one who wrote the intimate gospel, the gospel of John. യോഹന്നാനാണ് ഏറ്റവും സുവിശേഷങ്ങളിൽ ദൈവത്തോട് ഏറ്റവും അടുപ്പമുള്ള സുവിശേഷം അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം എഴുതിയിട്ടുള്ളത്. So and he was so close to Jesus, and he was leaning against his bosom. അത് മാത്രമല്ല കർത്താവിനോട് ഏറ്റവും പറ്റിച്ചേർന്ന് അവന്റെ മാറോട് ചേർന്ന് കിടന്നിരുന്നവനായിരുന്നു യോഹന്നാൻ. He wanted to be close with the Lord. കർത്താവുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു. And through the Lord Jesus, he became close to the Heavenly Father. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ആ ഒരു അടുപ്പത്തിലൂടെ അവൻ സ്വർഗീയ പിതാവിനോടും വളരെയധികം അടുത്തു. So he was a man of this kind of a temperament. He wanted that love and warmth of God, the Father, and the Lord Jesus Christ. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹവും അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും ആ ഒരു ഊഷ്മളതയും ഒക്കെ അനുഭവിക്കുവാൻ തക്കവിധം ആഗ്രഹമുള്ള സ്വഭാവശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. So maybe and that's why he's writing when he starts the opening verse in his letter. He's saying, we proclaim to you what we have seen and heard, so that you may also have fellowship with us. അതുകൊണ്ടാണ് അതിൻ്റെ പ്രാരംഭ വചനങ്ങളിൽ തന്നെ പറയുന്നത്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു, അവനുമായിട്ടുള്ള കൂട്ടായ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകേണ്ടതിന് വേണ്ടിയിട്ട്. And then he says, and our fellowship is with the Father and with His Son Jesus Christ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തു. This is amazing because he had never seen God the Father. He had seen only the Lord Jesus. ഇത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം അവൻ ഒരിക്കൽ പോലും പിതാവിനെ കണ്ടിട്ടില്ല, ആകെ കണ്ടിട്ടുള്ളത് യേശുക്രിസ്തുവിനെ മാത്രമാണ്. But now he says we have fellowship first with the Father and then with His Son Jesus Christ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ നോക്കുമ്പോൾ ആദ്യം കൂട്ടായ്മയെക്കുറിച്ച് പറയുന്ന ആദ്യം പിതാവിനോടും പിന്നെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. Why? Because Jesus is the connector. He is the link between the Father and a human being. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെയും അതുപോലെ സ്വർഗീയ പിതാവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് യേശുക്രിസ്തു. Once a person is connected with the Lord Jesus, he will connect you with the Father. ഒരിക്കൽ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി നിശ്ചയമായിട്ട് പിതാവിനോട് ബന്ധപ്പെട്ടിരിക്കും. But originally the fellowship starts from the Heavenly Father. എന്നാൽ സത്യത്തിൽ യഥാർത്ഥത്തിൽ കൂട്ടായ്മ പുറപ്പെട്ടു വരുന്നത് പിതാവിൽ നിന്നാണ്. And then that fellowship is extended to others. പിന്നീട് അവിടെ നിന്ന് ഈ കൂട്ടായ്മ മറ്റു പലരിലേക്കും വികാസം പ്രാപിക്കുകയാണ്. And not only that, our Heavenly Father desires our fellowship.
മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വർഗീയ പിതാവ് നമ്മളൊത്തുള്ള ഒരു കൂട്ടായ്മ അവൻ ആഗ്രഹിക്കുന്നു. The very reason why God created Adam and Eve was for fellowship. അതുകൊണ്ട് മാത്രമാണ് ആദാമിനെയും ഹവ്വയെയും ദൈവം തമ്പുരാൻ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് സത്യത്തിൽ സൃഷ്ടിച്ചത്. So if he didn't have that intention, he would make a lot of human beings go live, mind your business, go away. ഒരിക്കൽ പോലും ഇത്തരത്തിൽ മനുഷ്യരെ മൊത്തം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ജീവിച്ചോളൂ എന്ന് പറയുന്ന ഒരു ആഗ്രഹപ്രകാരമല്ലായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. According to Genesis 1 and 2 and 3, the beginning chapters, what we understand is every day without fail, in the cool of the day, God would be present in the garden to have a time of fellowship with Adam. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം 3-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ എപ്പോഴൊക്കെ ഓരോ ദിവസവും എല്ലാ ദിവസവും വെയിലാറിക്കഴിയുമ്പോൾ സായാഹ്നങ്ങളിൽ ദൈവം തമ്പുരാൻ കൂട്ടായ്മയ്ക്ക് വേണ്ടി മനുഷ്യരുടെ അടുക്കിലേക്ക് വരുമായിരുന്നു. So just take in this truth, our Heavenly Father desires our fellowship. അതുകൊണ്ട് ഈ ഒരു സത്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് മനസ്സിലാക്കണം, ഏറ്റെടുക്കണം. എൻ്റെ സ്വർഗീയ പിതാവിന് എന്നോടൊപ്പം ഒരു കൂട്ടായ്മ നടത്തുവാൻ ആഗ്രഹമുണ്ട്. And on the other hand, man is also created to have fellowship. അപ്പോൾ തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യനും കൂട്ടായ്മയ്ക്ക് വേണ്ടി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. If you study the structure, the internal structure of a man, he has mind, will, emotions inside, and also the spirit inside. In the spirit you have conscience, fellowship and intuition, 3 parts in his spirit, in the deepest part of his spirit. മനുഷ്യനെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുമ്പോൾ പ്രധാനമായിട്ടും മനസ്സ്, വികാരങ്ങൾ, ഇച്ഛാശക്തി എന്ന് പറയുന്ന 3 ഘടകങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ അപ്പോൾ തന്നെ അവൻ്റെ അകത്തൊരു ആത്മാവുണ്ട്. ആത്മാവിന്റെ 3 ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സാക്ഷി, അതുപോലെ തന്നെ ആത്മാവ്, കൂട്ടായ്മ എന്ന് പറയുന്ന 3 ഭാഗങ്ങളിലൂടെ അവനെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൂട്ടായ്മ എന്നുള്ളത്. അവൻ്റെ ആത്മാവിൽ അന്തർലീനമായിരിക്കുന്ന ഒന്നാണ്. That's why in Genesis chapter 2 and verse number 18, God said, "It is not good for man to be alone." അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. So I will give him a helper. ഞാൻ അവന് തക്ക ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. So that he will have a beautiful fellowship. അങ്ങനെ വരുമ്പോൾ അവന് നല്ലൊരു കൂട്ടായ്മ ഉണ്ടാകും. So we need now 2 kinds of fellowship. നമുക്ക് 2 തരത്തിലുള്ള കൂട്ടായ്മയുടെ ആവശ്യമുണ്ട്. Fellowship, because we are social beings, we need fellowship in the society or in the community or in the family, and also we need a upward fellowship with the Creator, with the Heavenly Father. നാം ഒരു സാമൂഹിക ജീവിയായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഒരു കുടുംബത്തോട് മറ്റുള്ളവരോട് ഒക്കെ നമുക്ക് കൂട്ടായ്മയുണ്ട്. അതോടൊപ്പം തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയാണ് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തോടുണ്ടായിരിക്കേണ്ട കൂട്ടായ്മ. Hallelujah. So the Heavenly Father desires our fellowship. അതുകൊണ്ട് സ്വർഗീയ പിതാവ് നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ച് അവൻ ആഗ്രഹിക്കുന്നു. And we need his fellowship. നമുക്ക് അവനോടൊപ്പമുള്ള കൂട്ടായ്മയുടെ ആവശ്യമുണ്ട്. So this desire for fellowship is mutual. അതുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ആഗ്രഹം എന്ന് പറയുന്നത് പരസ്പരമുള്ള ആഗ്രഹമാണ്. Now we are going to 2 Corinthians. ഇനിയിപ്പോൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. Chapter 6 and verse number 14. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനത്തിലേക്ക് വന്നാലും Something marvelous about this fellowship is written there. ഇവിടെ ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. Do not be yoked together with unbelievers, for what do righteousness and wickedness have in common? Or what fellowship can light have with darkness? നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച. This is because the Heavenly Father is wanting our fellowship, and he is giving us some instructions and conditions for a very good fellowship. ഇവിടെ സ്വർഗീയ പിതാവ് നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ച് വളരെയധികം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളും ചില വ്യവസ്ഥകളും ഒക്കെയാണ് സ്വർഗീയ പിതാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. First of all, he says, this is a question, what fellowship can light have with darkness? ഇവിടെ അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ. Remember,
In the first chapter of Genesis itself, God separated light from darkness. ഓർക്കുക, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ ദൈവം സൃഷ്ടിപ്പിന്റെ കർമ്മം ചെയ്തപ്പോൾ വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർപിരിച്ചു. That is natural. That natural light and natural darkness. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രകൃതിയ ഉള്ള വെളിച്ചവും അതുപോലെ തന്നെ പ്രകൃതിയ സംഭവിക്കുന്ന ഇരുട്ടുമാണത്. But here Paul is talking about spiritual darkness and spiritual light. എന്നാൽ ഇവിടെ പൗലോസ് സംസാരിക്കുന്നത് ആത്മീയ വെളിച്ചത്തെക്കുറിച്ചും ആത്മീയ ഇരുളിനെ കുറിച്ചുമാണ്. So light and darkness cannot get along. വെളിച്ചത്തിനും ഇരുളിനും ഒരുമിച്ച് വസിക്കുവാൻ സാധ്യമല്ല. 15. What harmony is there between Christ and Belial? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം? Or what does a believer have in common with an unbeliever? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? Meaning there should be a separation between these two items or these two things. അതിൻ്റെ അർത്ഥം ഈ രണ്ട് കാര്യങ്ങൾക്ക് തമ്മിൽ ഒരു വലിയ വേർപാടുണ്ട്, ഒരു വലിയ വേർതിരിവുണ്ട്. Because Christ has nothing to do with demon spirits or the devil. കാരണം ക്രിസ്തുവും അതുപോലെ തന്നെ പൈശാചിക ആത്മാവും തമ്മിൽ ഒരു പൊരുത്തവുമില്ല, ഒരു ബന്ധവുമില്ല. In the same way, a believer has nothing to do with an unbeliever. അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നും ഒരു ഓഹരിയും A ചെയ്യുവാനില്ല. true believer is on his way to heaven. ഒരു യഥാർത്ഥ വിശ്വാസി സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. And an unbeliever is on the way to his hell. എന്നാൽ ഒരു അവിശ്വാസിയാകട്ടെ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. So what kind of a fellowship is possible between them? They are eternally, their eternal destinations are in the opposite directions. അതുകൊണ്ട് ഈ രണ്ട് കൂട്ടുകാർക്ക് തമ്മിൽ എന്താണ് ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത്, എന്ത് ചേർച്ചയാണ് ഉണ്ടാകുന്നത്? ഇവർ രണ്ടുപേരും രണ്ട് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. Verse number 16. What agreement is there between the temple of God and idols? For we are the temple of the living God. As God has said, I will live with them and walk among them. I will be their God and they will be my people. 16-ാമത്തെ വചനം, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. It is so clear. I want to be your father. I want to be your God. ഇത് വളരെ വ്യക്തതയുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളുടെ പിതാവാകുവാൻ, ഞാൻ നിങ്ങളുടെ ദൈവമാകുവാൻ ആഗ്രഹിക്കുന്നു. Coming to verse number 17. Therefore, come out from them and be separate, says the Lord. Touch no unclean thing and I will receive you. 17-ാമത്തെ വചനം, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്. Now, in conclusion, verse number 18, and I will be a father to you, and you will be my sons and daughters, says the Lord Almighty. Amen. 18-ാമത്തെ വചനം, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. Hallelujah. Hallelujah. So clear instructions, clear conditions are laid out. ഇവിടെ വ്യക്തമായ നിർദ്ദേശങ്ങളും വ്യക്തമായ വ്യവസ്ഥകളും ദൈവം And സ്ഥാപിച്ചിരിക്കുകയാണ്. what is the focus? എന്താണ് ഇവിടുത്തെ ലക്ഷ്യം? Fellowship. കൂട്ടായ്മ, Fellowship with the Father. സ്വർഗീയ പിതാവുമായിട്ടുള്ള കൂട്ടായ്മ. Now, to have a very good fellowship, first you have to start with reconciliation. ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് നിരപ്പാണ്. Hallelujah. Hallelujah. Because when we are sinners, when we are unbelievers, when we are unsaved people, we are eternally separated from God. ഓർക്കുക, നാം പാപികളായിരിക്കുമ്പോൾ, നാം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ, നാം ദൈവത്തിൽ നിന്ന് നിത്യമായിട്ട് അകന്നിരിക്കുകയാണ്. Because of our sins. കാരണം നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് അത് സംഭവിച്ചിരിക്കുന്നത്. But in Christ we are reconciled. എന്നാൽ ക്രിസ്തുവിലൂടെ ഇത്തരത്തിൽ അകന്നു പോയിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തോട് നിരപ്പിക്കപ്പെടുന്നു. Christ became a mediator between God and man. ഇപ്പോൾ ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഒരു മധ്യസ്ഥനായി നിൽക്കുകയാണ്. And we need to get reconciled first. അതിനു വേണ്ടിയിട്ട് ആദ്യം നാം ചെയ്യേണ്ടത് നാം നിരപ്പ് പ്രാപിക്കണം. The second requirement is, as we saw here in 2 Corinthians chapter 6,
holiness. രണ്ടാമത് നമുക്ക് വേണ്ട ആവശ്യം, കൂട്ടായ്മയ്ക്ക് വേണ്ട ആവശ്യം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. Touch no unclean thing. അശുദ്ധമായതൊന്നും തൊടരുത്. As I told you in another episode, our God is a clean God. കാരണം നമ്മുടെ ദൈവം, മറ്റൊരു എപ്പിസോഡ് ഞാൻ പറഞ്ഞു, അവൻ വിശുദ്ധനായ ദൈവമാണ്. Now, the third requirement is obedience. മൂന്നാമത് വേണ്ട ആവശ്യം എന്നുള്ളത് അനുസരണമാണ്. Hallelujah. Hallelujah. We have to walk in obedience. നാം അനുസരണത്തിൽ നടക്കുന്നവരായി തീരണം. Then we need self-sacrifice. We have to sacrifice many things to have a beautiful fellowship with the Lord. അതിനുശേഷം നമുക്ക് വേണ്ടത് സ്വയം ത്യാഗമാണ്. ഈ ഒരു കൂട്ടായ്മയെ കൊണ്ടുപോകുവാൻ വേണ്ടി സ്വയം ത്യജിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. Hallelujah. ഹല്ലേലൂയ. So, and finally, this fellowship is possible through the work of the Holy Spirit in our spirits. ഒടുവിലായിട്ട് ഈ ഒരു കൂട്ടായ്മ സാധ്യമായി തീരുന്നത് നമ്മുടെ അകത്തുള്ള ആത്മാവുമായിട്ട് ഈ പരിശുദ്ധാത്മാവിനുണ്ടാകുന്ന കൂട്ടായ്മയിലൂടെയാണ്. This is what we see in 2 Corinthians 13:14. അതാണ് നമ്മൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനത്തിൽ There കാണുന്നത്. we read, may the grace of our Lord Jesus Christ, the love of God, and the fellowship of the Holy Spirit be with you all. അതിവിടെയാണ് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാണ്. So he is the one who makes the fellowship practically possible. പരിശുദ്ധാത്മാവാണ് കൂട്ടായ്മയെ യഥാർത്ഥത്തിൽ പ്രായോഗിക തലത്തിൽ അതിനെ സാധ്യമാക്കി തീർക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. So Father, the first letter is F. ഫാദർ എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ അക്ഷരം എഫ്. And it is and we are reminded of the Father's desire for fellowshipping with his children. അതുകൊണ്ട് നാം ഇന്ന് തൻ്റെ പിതാവിൻ്റെ, തൻ്റെ മക്കൾ തന്നോടുകൂടെ കൂട്ടായ്മ ആചരിക്കണമെന്നുള്ള ആ പിതാവിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചു. Hallelujah. ഹല്ലേലൂയ. See, as human fathers, every father always they want to have all the children with us. They want to see the children. They want to have time spend time with the children, even if they are married off and even if they are married off to some other countries. Always they want to have fellowship. Come for the next vacation. Please spend a few days with us. They always want fellowship. അവർക്ക് എല്ലാ പിതാക്കന്മാരും, അത് ഭൗമിക തലത്തിലുള്ള ഭൂമിയിലുള്ള പിതാക്കന്മാരാണെങ്കിൽ പോലും അവരും ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുമായിട്ട് എപ്പോഴും അടുത്തിരിക്കാനും അവരുടെ കൂട്ടായ്മയുമായിട്ടുള്ള ഇരിക്കുവാനും താല്പര്യപ്പെടുന്നു. വിവാഹം കഴിഞ്ഞ് പോയാലും ഏതെങ്കിലും ഒരു രാജ്യത്താണെങ്കിൽ പോലും അടുത്ത വെക്കേഷന് ഞങ്ങളുടെ കൂടെ ഇത്ര സമയം ചെലവഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ എപ്പോഴും കൂടെ കാണുവാനും അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കാനും പിതാക്കന്മാർക്ക് ഒത്തിരി താല്പര്യമുണ്ട്. Father, we understand your heart this morning. പിതാവേ, അങ്ങയുടെ ഹൃദയം ഞങ്ങളിന്ന് തിരിച്ചറിയുന്നു. Holy Spirit, build our lives, correct our lives, condition our lives so that we will have a very sweet, warm fellowship with the Heavenly Father. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് പണിയണമേ, അങ്ങ് രൂപപ്പെടുത്തണമേ, അങ്ങ് യഥാസ്ഥാനത്താക്കണമേ. അങ്ങനെയെങ്കിൽ അങ്ങയിലൂടെ ആ കൂട്ടായ്മ ബന്ധം പിതാവിനോടുകൂടെ സ്ഥാപിക്കപ്പെടുവാൻ ഞങ്ങളുടെ ജീവിതത്തിലിടയായി തീരുമല്ലോ. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. ആമേൻ. Let us listen to some testimonies now. ഈ സമയത്ത് ചില ടെസ്റ്റിമണീസ് നമുക്ക് ഈ സമയത്ത് കേൾക്കാനായിട്ട് And സാധിക്കും. by the way, thank you so much for everyone who is sending your testimonies as text messages and audio messages. Thank you so much. ഇതിനോടകം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഓഡിയോ മെസ്സേജസ് ആയിട്ടും ഒക്കെ ടെസ്റ്റിമണീസ് സെൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കും. And I encourage others also to do the same. If the Lord is doing something through blessing today, just inform us so that we also will be encouraged to praise the Lord. അതുപോലെ തന്നെ മറ്റുള്ളവരോടും ഈ സമയത്ത് ഇത്തരത്തിൽ ദൈവം ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതി അറിയിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. Yeah. Praise the Lord, Pastor. My name is Rajita Nair. I am from Mumbai, Virar. I want to share my testimony, the miracle God has done in my life. I have been praying for my life partner and I have sent prayer requests to Blessing Today team. In the month of October, when 21 days fasting prayer was going on, I also fasted and prayed along with my mom for my marriage and was continuously sending prayer requests for God to bring the right life partner He is chosen for me. I want to thank God when fasting prayer was going on.
On the 14th day of the fasting, I got a marriage proposal. God spoke to me, and I was having peace in my heart that this is the person God has chosen for me. I want to praise God and want to glorify and testify that He loves and cares for His children, and at the right time, He does everything beautiful. By God's grace, I am getting married on the 14th Feb 2021. Please do keep me and my would-be Ratish and our family in your prayers. All glory to our living God. Thank you, Pastor, and the entire team who Amen. prayed for me. This is Thank wonderful. you. This is wonderful. This is from Rajita Nair, Mumbai. Yeah, maybe you can brief in Malayalam. Yes, Rajita, congratulations. I think already it has. Yeah. On the Valentine's Day, we believe she got already married. രജിത പറഞ്ഞ സാക്ഷ്യം ഇതാണ്. രജിതയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇവർ നമ്മുടെ മീറ്റിങ്ങുകളിലെല്ലാം തന്നെ രജിത ഇത് പ്രെയർ റിക്വസ്റ്റ് ഇടുമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ 21 days ഫാസ്റ്റിംഗ് പ്രയർ നടന്നപ്പോൾ രജിതയും മാതാവിനോട് കൂടെ ചേർന്ന് ഫാസ്റ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു, പ്രെയർ റിക്വസ്റ്റ് ഒക്കെ ഇട്ടു. പക്ഷേ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 14ാമത്തെ ദിവസമായപ്പോൾ തന്നെ ഒരു പ്രപ്പോസൽ വന്നു. ആ പ്രപ്പോസൽ വന്നപ്പോൾ സാധാരണ പോലെ ആയിരുന്നില്ല, ഒരു വലിയൊരു സമാധാനം തൻ്റെ മനസ്സിൽ തനിക്ക് ലഭിച്ചു. അത് തന്നെയാണ് തനിക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന വ്യക്തി എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായി. ഈ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയുടെ അന്ന് തൻ്റെ വിവാഹം കഴിഞ്ഞു. അതിന് പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കർത്താവിനോടുള്ള സ്നേഹമൊക്കെയാണ് രജിത അറിയിച്ചത്. Maybe we can pray for the same matter right now. ഈ സമയത്ത് ഇതേ കാര്യത്തിന് വേണ്ടി നമുക്ക് ചേർന്ന് There are പ്രാർത്ഥിക്കാം. so many youngsters seeking for a life partner. ഒത്തിരി ചെറുപ്പക്കാർ അവരുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടിയിട്ട് ആലോചിക്കുകയാണ്. And these are the years a lot of marriage failures are happening, separation, divorce. ഈ കാലഘട്ടമാണ് ഏറ്റവും അധികം വിവാഹത്തിലുള്ള തടസ്സങ്ങളും അതുപോലെ തന്നെ പരാജയങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. So we need to pray. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. Father, along with the parents and the children, we pray for the right godly life partners to come and join with them. കർത്താവെ, യഥാർത്ഥത്തിൽ ശരിയായ ജീവിത പങ്കാളികൾ ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. Holy Spirit, work in a marvelous way so that there will be no confusion at all in choosing a life partner, just as we heard in the testimony. കർത്താവെ, ഈ ടെസ്റ്റിമണിയിൽ ഞങ്ങൾ കേട്ടതുപോലെ തന്നെ പരിശുദ്ധാത്മാവേ, അങ്ങ് ഇവരെ നയിച്ച് ഇവരുടെ ജീവിതത്തിൽ ഒരു ആശയക്കുഴപ്പം പോലും ഇല്ലാത്ത വിധത്തിൽ ശരിയായ സ്ഥാനത്തേക്ക്, ശരിയായ വ്യക്തികളിലേക്ക് അങ്ങ് ഇവരെ നയിക്കേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. I'm sorry to interrupt. A few months back, the Holy Spirit gave us a big promise saying a lot of marriages are going to take place. ഞാൻ ഇതിനിടയിൽ കയറി പറയുന്നതിൽ ദയവായി ക്ഷമിക്കുക. ചില നാളുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഒത്തിരി പേരുടെ വിവാഹങ്ങൾ വളരെ മംഗളകരമായി നടക്കാൻ പോകുകയാണ് എന്ന് ദൈവം ഞങ്ങളോട് ആവശ്യപ്പെട്ടു. And I believe in 2021, before December 31st, lot of marriages, godly, God-ordained marriages are going to take place. അതുമാത്രമല്ല, ഈ ഡിസംബർ 2021 ഡിസംബറിനകം ദൈവം തമ്പുരാൻ ദൈവത്താൽ സ്ഥാപിതമായ, ദൈവത്താൽ നയിക്കപ്പെടുന്ന, നിയോഗിക്കപ്പെട്ടിട്ടുള്ള അനേക വിവാഹ ബന്ധങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. Father Lord, do it, oh Father, for the blessing of your children. കർത്താവെ, അങ്ങയുടെ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി അങ്ങ് ചെയ്യണമേ അപ്പാ. And I request all of you to stretch forth your hands towards the screen, and we are going to pray for the sick people. ഈ സമയത്ത് സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിയാലും നമ്മൾ ഒരുമിച്ച് ചേർന്ന് രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Lord Jesus, you are the healer. യേശുവേ, അങ്ങ് സൗഖ്യമാക്കുന്നവനാണ്. Let the healing power go forth and heal the sick people in a massive way right now. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ സൗഖ്യമാക്കുന്ന ശക്തി ഇപ്പോൾ ഈ മക്കളുടെ മേൽ ഇറങ്ങി വന്ന് അങ്ങ് സൗഖ്യമാക്കണമേ. I pray that pneumonia be healed in Jesus' name. യേശുവിൻ്റെ നാമത്തിൽ ന്യൂമോണിയ സൗഖ്യമാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. And all kinds of diseases connected to lungs be healed in Jesus' name. അതുപോലെ തന്നെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And spinal cord, discs, and everything connected to your back be healed
in the name of Jesus. അതുപോലെ തന്നെ നട്ടലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ സൗഖ്യമാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And every kind of tumor, cysts and lumps be gone in the name of Jesus. Let them disappear. എല്ലാ തരത്തിലുള്ള ട്യൂമറുകൾ, ലംബുകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. By faith you can receive your healing right now. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിശ്വാസത്തോടെ നിങ്ങളുടെ സൗഖ്യത്തെ നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കും. Addictions are being broken in Jesus' name. ദുശ്ശീലങ്ങൾ ഇപ്പോൾ തന്നെ തകർന്നു മാറ്റപ്പെടട്ടെ. Nightmares are leaving. ഇപ്പോൾ പേടി സ്വപ്നങ്ങൾ The മാറിപ്പോകട്ടെ. spirit of fear is departing you. അതുപോലെ തന്നെ ഭയത്തിന്റെ ആത്മാവ് നിങ്ങളിത് വിട്ടുപോകുകയാണ്. Receive your breakthrough right now. ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിടുതലുകളെ പ്രാപിച്ചെടുത്താൽ And right now lift your hands and thank the Lord and praise him right ഈ now. സമയത്ത് കൈകൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ നന്ദി കരേറ്റുവാൻ തുടങ്ങി. Hallelujah. We thank you, we thank you, we thank you. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. ആമേൻ. Our ministers are ready to pray with you. You can right now you can call in the prayer line. ഈ സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ പ്രെയർ ലൈനിൽ വിളിക്കാൻ സാധിക്കും. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ നിങ്ങളുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. And you can also save my personal WhatsApp number. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ വാട്സ്ആപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കാം. You can connect with me and you can send your prayer requests and you can send your experiences, you can send your suggestions and comments. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങൾക്കുണ്ടായിട്ടുള്ള ടെസ്റ്റിമണികൾ, നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ ഷെയർ ചെയ്യാം. Subscribe to Blessing Today YouTube channel. ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ And മറക്കരുത്. share this video with everyone. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. And with your notebook, with the notes that you have taken down, teach many people. Start a prayer group. ഇപ്പോൾ ഈ നോട്ട് നിങ്ങൾ എഴുതിയെടുക്കുന്ന ഈ നോട്ട് മറ്റുള്ള ആളുകളെ കൂടെ നിങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി ചില പ്രെയർ ഗ്രൂപ്പുകൾ നിങ്ങൾ തന്നെ തുടങ്ങുക. And God bless you all. See you tomorrow. Bye. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ.